വിദേശത്തേക്ക് പോകാൻ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറിനെ തടഞ്ഞു. ED MES ട്രസ്റ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഫസൽ ഗഫൂറിനെതിരെ അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിലാണ് തടഞ്ഞത്. വിദേശയാത്രയുള്ളതിനാൽ ഹാജരാകാനാവില്ലെന്ന് ഫസൽ ഗഫൂർ അറിയിച്ചിരുന്നു. വിദേശയാത്രയ്ക്കായി വിമാനത്താവളത്തിലെത്തിയപ്പോൾ നോട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞ് യാത്ര തടഞ്ഞു എന്നാണ് ഇപ്പോൾ ഫസൽ ഗഫൂർ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ED ഡോക്ടർ ഫസൽ ഗഫൂറിനെ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയത്. മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. മുൻപ് കോഴിക്കോട് നടന്ന ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, അല്ലെങ്കിൽ അതേ തുടർന്നുള്ള പരാതിയാണ് EDയുടെ ചോദ്യം ചെയ്യലിന് കാരണമായിട്ടുള്ളത്. ഫസൽ ഗഫൂർ അടക്കമുള്ള ഡോക്ടർമാരുടെ ഒരു സംഘം കോഴിക്കോട് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങാൻ ലക്ഷ്യമിട്ട് ഫെയർ ഡീൽ ട്രസ്റ്റ് എന്നൊരു സംഘടന രൂപീകരിച്ചു. അതിന്റെ പേരിൽ 5 ഏക്കർ ഭൂമി വാങ്ങുകയും ചെയ്തു. എന്നാൽ ആ പദ്ധതി യാഥാർത്ഥ്യമായില്ല. ഇതിൽ പണം മുടക്കിയ 2 ഡോക്ടർമാർ പോലീസിൽ പരാതി നൽകി. പക്ഷേ ആ പരാതി പോലീസ് കാര്യമായിട്ട് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അതിൽ നടപടി ഉണ്ടാവുകയോ ചെയ്തില്ല. പിന്നാലെ അവർ ഹൈക്കോടതിയെ സമീപിച്ചു. ഒപ്പം EDക്കും പരാതി നൽകി. ഈ പരാതിയിലാണ് ഇപ്പോൾ EDയുടെ അന്വേഷണം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഫസൽ ഗഫൂറിനെ മുൻപ് ED വിളിപ്പിച്ചിരുന്നു, കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തോട് ഇന്ന ദിവസം കൊച്ചിയിലെത്തി ചോദ്യം ചെയ്യലിന് വിധേയനാകണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ മുൻപ് തീരുമാനിച്ച ഒരു വിദേശയാത്ര ഉള്ളതുകൊണ്ട് സാധിക്കില്ല എന്നായിരുന്നു ഫസൽ ഗഫൂറിന്റെ നിലപാട്. തുടർന്ന് ED അദ്ദേഹത്തിന് യാത്രാവിലക്കും ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത് അറിഞ്ഞില്ല എന്നാണ് ഫസൽ ഗഫൂറിന്റെ ഓഫീസ് പറയുന്നത്. അങ്ങനെയാണ് ഈ യാത്രാവിലക്ക് നിലനിൽക്കെ ഓസ്ട്രേലിയയിലേക്ക് പോകാനിരുന്ന ഫസൽ ഗഫൂറിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് EDയുടെ സംഘം ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയത്. എന്നാണെങ്കിലും അദ്ദേഹത്തെ മണിക്കൂറുകൾക്ക് ശേഷം വിട്ടയച്ചു. പക്ഷേ വീണ്ടും ED ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടിയുമായി രേഖകളുമായി ഹാജരാകേണ്ടതുണ്ട്. അടുത്ത ദിവസം തന്നെ EDയുടെ ഓഫീസിലെത്തി ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കുമെന്നാണ് ഫസൽ ഗഫൂറിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. സെനിയാർ ചുഴലിക്കാറ്റിന്റെ ആശങ്ക ഒഴിഞ്ഞതോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചുഴലിക്കാറ്റ് ഡിറ്റുവ രൂപപ്പെട്ടു. ശ്രീലങ്കൻ തീരത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന അതീവ ന്യൂനമർദ്ദമാണ് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചത്. നവംബർ 30ഓടെ ഡിറ്റ്വ വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളെ ബാധിക്കാനിടയുണ്ട്. ഇവിടങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. പുതുച്ചേരിയിലും തമിഴ്നാട്ടിലെ 7 ജില്ലകളിലും NDRF, SDRF സംഘങ്ങളെ വിന്യസിച്ചതായി സർക്കാർ അറിയിച്ചു. അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണുള്ളത്. ഡിറ്റ്വ കേരളത്തിന് ഭീഷണിയാകില്ലെന്നാണ് സൂചന. ഹോങ്കോങ്ങിലെ തായ്പോ ജില്ലയിൽ പാർപ്പിട സമുച്ചയത്തിന് തീപിടിച്ച് മരിച്ചവരുടെ എണ്ണം 100 കവിഞ്ഞു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് വിവരം. 300ഓളം പേരെ കാണാനില്ല. നിരവധി പേർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായും വിവരമുണ്ട്. വാങ് ഫു കോട്ട് ഹൌസിംഗ് കോംപ്ലക്സിലെ 32 നില കെട്ടിടത്തിലെ 7ഓളം ബ്ലോക്കുകളിൽ ഇന്നലെ തീ പടർന്നു എന്നാണ് നിഗമനം. വാഷിംഗ്ടണിൽ നാഷണൽ ഗാർഡ്സിന് നേരെ വെടിയുതിർത്തത് അഫ്ഗാനിൽ CIAക്ക് വേണ്ടി പ്രവർത്തിച്ച ഏജന്റ് റഹ്മാനുള്ള ലഖൻവാൽ എന്ന ഇയാൾ അമേരിക്കയ്ക്ക് വേണ്ടി അഫ്ഗാനിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. തുടർന്ന് ബൈഡൻ ഭരണകൂടത്തിന്റെ താൽപര്യത്തിലാണ് അമേരിക്കയിലേക്ക് കുടിയേറിയതെന്നാണ് FBI ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അക്രമിയുടെ വെടിയേറ്റ US നാഷണൽ ഗാർഡ് സൈനിക മരണത്തിന് കീഴടങ്ങി. 20കാരിയായ സാറ ബെക്സ്ട്രോമാണ് മരിച്ചത്. ഒപ്പം വെടിയേറ്റ സൈനികൻ ആൻഡ്രൂ വോൾഫ് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അതേസമയം അഫ്ഗാനിൽ നിന്നുള്ള കുടിയേറ്റ അപേക്ഷകളെല്ലാം അമേരിക്ക മരവിപ്പിച്ചു.